എല്ലാവർക്കും മലയാളി കപ്പിൾസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ബേബി കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്ന ബ്ലോഗിൻ്റെ ഫസ്റ്റ് ഇൻട്രോ ആയിട്ടാണ് കേട്ടോ. അതായത് ഇന്ന് ജനുവരി 24 ഞങ്ങളുടെ സെക്കൻഡ് ബേബിക്ക് പറഞ്ഞിട്ടുള്ള ഡേറ്റ് ആയിട്ടില്ല. നാളെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റന്നാൾ നമ്മുടെ കണ്ണൂസിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ 26-ാം തീയതി. അതെ, 26-ാം തീയതി. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഇന്ന് 24 അപ്പം കുഞ്ഞിനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ കുഞ്ഞിനെ കൊടുക്കണമെന്ന്. അപ്പം അത് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് നാളെ ഇപ്പം എന്തായാലും പോകുമ്പോൾ ഡോക്ടർ ചിലപ്പോൾ അഡ്മിറ്റ് പറയുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. അപ്പം എന്തായാലും ദൈവാധീനം പോലെ ചെറിയ രീതിയിലൊരു പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ അത് റിയൽ പെയിൻ ആണോ എന്ന് പോലും എനിക്കറിയത്തില്ല. എന്നാലും എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് അതായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊരു ബാക്ക് പെയിനാണ്, ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് ഞങ്ങൾ നാളെ ഹോസ്പിറ്റലിൽ പോകും. 2 വർഷം മുമ്പ് ഇതേ ദിവസം അതെ അത് പറയണമല്ലോ. 2 വർഷം മുമ്പ്, അതായത് 2021 ഞങ്ങൾ ജനുവരി 24 ഹോസ്പിറ്റലിൽ പോയത്. ജനുവരി 24 ഹോസ്പിറ്റലിൽ പോയി. അന്നും ഇതുപോലെ ചെറിയ പെയിനും ഉണ്ടായിരുന്നുള്ളൂ. 25 ഫുൾ ഹോസ്പിറ്റലിൽ നടന്ന് 26 ഞങ്ങൾക്ക് കല്ലൂസിനെ കിട്ടിയത്. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും ഇതും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. ചിലപ്പോൾ നാളെ പോയിട്ട് അതേപോലെ റിട്ടേൺ വരുമായിരിക്കും. എന്നാലും നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്തുമായാലും ഇതാണ് ഞങ്ങളുടെ ഇൻട്രോ. എന്തായാലും ഇതിൻ്റെ അപ്ഡേഷൻസ് നമുക്ക് പുറകെ എടുക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച സെയിം ഹോസ്പിറ്റൽ, അടൂർ ജനറൽ ഹോസ്പിറ്റലാണ് ഞാൻ കാണിക്കുന്നത്. അവിടെ ഡോക്ടർ രാജേഷ് ഡോക്ടറാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. 21 കല്ലൂസിന് പോകുമ്പം ജനുവരി 24 ഞാൻ രാവിലെ ചക്കപ്പഴം കഴിച്ചായിരുന്നു. അത് എന്ന് വെച്ചാൽ ചക്ക സീസൺ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ചക്കപ്പഴം കഴിച്ചിട്ടാണ് പോയത്. ഇത്തവണ അത് തന്നെ ഇന്ന് ഞാൻ ചക്കപ്പഴം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ സിമിലാരിറ്റീസ് എല്ലാം വന്നിട്ടുണ്ട്. ഇനി കുഞ്ഞൂടെ അതേ ദിവസം വരണേന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ വീഡിയോ ഒക്കെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് എടുത്തുള്ളൂ കേട്ടോ. ആരെ അങ്ങനെ അറിയിച്ചില്ല. ഞങ്ങൾ ഇനി പുറകെ എന്താ നടക്കുന്നതെന്നുള്ളതൊക്കെ പറയാവേ. വെരി 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 എക്സൈറ്റഡ്. അവിടെ പണി നടക്കും, അതിൻ്റെ സംഭവം. അപ്പം നമ്മൾ 24-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടതേ ഉള്ളൂ. ഇന്ന് 25 വീഡിയോ ഇട്ടില്ല, അതിന്റെ ബാക്കി അങ്ങനെയല്ല, വീഡിയോ എടുത്തതിൻ്റെ ബാക്കി. പിന്നെ 25 25-ാം തീയതി ആശുപത്രി അഡ്മിറ്റായി. ഇന്നോ നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഡോക്ടർ പറഞ്ഞൊന്നും ആയിട്ടില്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടപ്പിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ 26-ാം തീയതി ഇങ്ങനെ വരുത്താം. വന്നിട്ടുണ്ടെങ്കിൽ 27-ായിരിക്കും ഡോക്ടർ പറഞ്ഞു. നാളെ മറ്റന്നാളെ കാണില്ലെന്നാണ് പറഞ്ഞത്. ഇന്നെന്തായാലും കാണത്തില്ല. ഇപ്പം നമ്മളിങ്ങനെ നടക്കുകയാണ്. പഴയ പറഞ്ഞ വയ്യ, നടന്നിട്ടാ വയ്യ. ചേട്ടനെ വിളിച്ചോണ്ട് നടക്കാൻ തുടങ്ങിയത്. ഞാൻ പ്രസവിച്ചില്ലെങ്കിലും ചേട്ടനെ അയ്യോ, കദൂസിനെ ഓർത്തിരിക്കുമല്ലോ ഞാനിവിടെ. അവിടെ മിസ് ചെയ്യും. അഡ്മിറ്റായി. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുക. അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിന്നെ പിറ്റേ ദിവസം ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ നമുക്ക് കല്ലൂസിൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ ആ സമയത്തിനേക്ക് കാണാം കേട്ടോ. ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു കല്ലൂഷേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു കല്ലൂസ്. Happy birthday to you. Happy birthday. Happy birthday. Happy birthday. അയ്യോ, happy birthday. Happy birthday. അയ്യോടാ, അയ്യോ, വീണ്ടും അച്ഛൻ്റെ നെഞ്ചത്ത്. ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ. അതോ ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ആണല്ലോ. ബർത്ത്ഡേ 2 വയസ്സായി.
ഇത് നമുക്ക് അമ്പലത്തിൽ പോവാം. അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം. എന്താ പോയിട്ട് വരാം. അച്ഛമ്മയോട് പറ കുളിപ്പിക്കാൻ പറ. അച്ഛമ്മയോട് പറ കുളിപ്പിക്കാൻ കേട്ടോ. അങ്ങനെ ബർത്ത്ഡേ രാവിലെ ഞങ്ങള് കുളിച്ചൊരുങ്ങി എവിടെ പോവാ? അമ്പലത്തിൽ തൊഴാൻ പോവാ. പറ അമ്പലത്തിൽ പോവാന്ന് പറ. നിങ്ങൾ അമ്പലത്തിലോട്ട് പോവാ ഇല്ലയോ? എവിടെ പോവേ? കളിച്ച് എവിടെ പോവാ? അമ്പലത്തിൽ പോവാ ഇല്ലയോ? ഓ ഭയങ്കര ഗൗരവത്തില. നമ്മൾ എവിടെ എത്തി? അമ്പലത്തിൽ വന്ന് തൊഴുതു ഇല്ലയോ? ബർത്ത്ഡേക്ക് ഞങ്ങൾ അമ്പലത്തിൽ വന്ന് മലയാളപ്പുഴ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ടാങ്ങി. ഇനി നമ്മളെവിടെ പോവാ? ഇല മൊത്തം വടിച്ച് നാക്കി തിന്നുണ്ട്. കലൂസ മൊത്തം തിന്നോ? അമ്മയ്ക്ക് വിഷമം വരുമല്ലോ. തിന്ന് തുപ്പിയതുമില്ല, ഒന്നുമില്ല. ഇനി നമുക്ക് ഒരു ഐസ്ക്രീം ഒക്കെ തിന്നാം. എന്തോ എടുക്കുവാ? ഐക്കും തിന്നാൻ പോവാന്ന് പറ. ചോറ് കഴിച്ചെന്ന് പറ. ചോറ് കഴിച്ചു. ഇനി ഐക്കും തിന്നാൻ പോവാ. മീമി ഉണ്ടായിരുന്നോ? എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ചില്ലേ? ഇന്ന് മൊത്തം തിന്നാം. ഇത് അച്ഛക്കുണ്ടോ? ഇല്ല. അച്ഛ കൊണ്ടുവന്നില്ലേ ഇപ്പം? അതുകൊണ്ട് അച്ഛക്കില്ലയോ? അങ്ങനെ കല്ലൂസിൻ്റെ ബർത്ത്ഡേ നല്ല അടിച്ച് പൊളിച്ച് അച്ഛനും മോളോട് ആഘോഷിച്ചു. പിന്നെ കേക്കൊന്നും മുറിച്ചില്ല, ആളുകളെയൊന്നും അങ്ങനൊന്നും ചെയ്തില്ല. കാരണം ഞാൻ ഹോസ്പിറ്റലല്ലായിരുന്നോ. അപ്പം ഞാനില്ലാതെ ആഘോഷിച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ, ഞാൻ ശരിയാക്കുമല്ലോ. അതുകൊണ്ട് ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു പിറന്നാളിന് ആഘോഷിക്കാമെന്ന്. പിന്നെ 27th ആയപ്പോൾ 11:38 AM ഞങ്ങൾക്ക് കല്ലൂസിൻ്റെ അനിയനെ കിട്ടി. ഭയങ്കര ബ്ലെസ്ഡ് മൊമെൻ്റ് ആയിരുന്നു. പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മൾ എക്സൈറ്റഡ് ആയിരുന്നു. ആണാണോ പെണ്ണാണോ അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഇല്ലെങ്കിൽ കൂടിയും എന്ത് വാവയാണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ. പിന്നെ കുഞ്ഞിന് വെയിറ്റ് 3,200 ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിനെ കിട്ടിയതിലും കൂടുതലായിട്ട്, അതായത് ഞാൻ ലേബർ റൂമിൽ കയറിയപ്പം അല്ലെങ്കിൽ പോയപ്പോൾ തൊട്ടേ ഞാൻ ആഗ്രഹിക്കുന്ന നിമിഷം എന്ന് പറയുന്നത് വാവേനെ കാണുമ്പോൾ ഉള്ള കല്ലുവിൻ്റെ റിയാക്ഷനായിരുന്നു. അപ്പോൾ 27th കുഞ്ഞുണ്ടായി. പിന്നെ എന്നെ റൂമിൽ കൊണ്ടുവന്നപ്പോൾ വൈകുന്നേരം 4 മണിയൊക്കെ ആയി. അന്നേരം തന്നെ ചേട്ടൻ പോയി കുഞ്ഞിനെ കൊണ്ടുവന്നു. നമുക്ക് റിയാക്ഷൻ കാണാം. കല്ലൂസ് ഓവർ എക്സൈറ്റഡ് ആയിട്ട് വാവയുടെ അടുത്ത് വരുമോ അതോ കല്ലൂന് കുഞ്ഞുവാവയോട് ദേഷ്യമായിരിക്കുമോ എന്നൊക്കെ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. വാവെന്തി? കല്ലു വാവെന്തി? കല്ലു കല്ലു വാവെന്തി? കല്ലൂസിൻ്റെ റിയാക്ഷൻ ഇതായിരുന്നു കേട്ടോ. അവൾ കുറച്ച് നേരം അങ്ങനെയൊക്കെ നിന്നതിന് ശേഷം എന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അടങ്ങാതെ കുറേ നേരം ഇരുന്നു. ചിരിച്ചുമില്ല, കരഞ്ഞുമില്ല, ഒന്നുമില്ല. എൻ്റെ ദേഹത്തോട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരുന്നു. അതെനിക്കൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ അവളത് കരയുമ്പോൾ അങ്ങനെയല്ലല്ലോ, അവിടെ ഉള്ളിൽ അവൾ ഇത്രയും നാളും അമ്മ എവിടെയാണെന്ന് അറിഞ്ഞില്ല. അങ്ങനെ ഒരു ഫീലിങ്ങിൽ അവൾ എൻ്റെ അടുത്തോട്ട് അങ്ങ് കിടക്കുമായിരുന്നു. കുഞ്ഞിനെ നോക്കിയില്ല ആദ്യമൊന്നും, അതായത് നോക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ അമ്മ എന്തിനാ എന്നെ കളഞ്ഞു അങ്ങനെ ഒരു രീതിയിൽ കുഞ്ഞിനോട് നിന്നില്ല. പിന്നെ പെട്ടെന്ന് തന്നെ അമ്മ എന്നെ വിളിച്ചു. അമ്മ വിളിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയുടെ കയ്യിലൊന്ന് പോയി. പക്ഷെ എന്നാലും അവളെ മുഖം കണ്ടോ, ഒരു എന്താ പറഞ്ഞത്, ഇത്രയും നാളും അമ്മ എന്നെ കളഞ്ഞേച്ച് പോയതല്ലേ എന്നുള്ളൊരു റിയാക്ഷനായിരുന്നു അവിടെ മുഖത്ത്.
പക്ഷേ വാവയോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ വാവയുടെ അടുത്ത് ഇരുത്തി കഴിഞ്ഞപ്പോൾ അവൾ വാവയോട് നല്ലപോലെ കാര്യമൊക്കെ പറയുകയും അതുപോലെ വാവയ്ക്ക് കണ്ണുണ്ട് മൂക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് പറയുകയൊക്കെയായിരുന്നു. കുഞ്ഞുവാവയുടെ കല്ലൂസ് അടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ചേട്ടൻ്റെ അച്ഛനാണ്. പിന്നെ അപ്പോൾ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ കുഞ്ഞിനെ അടുത്ത് കൊണ്ടുവന്ന് സംസാരിപ്പിക്കാനൊക്കെ നോക്കുമായിരുന്നു. പിന്നെ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ രീതിയൊക്കെ മാറി കുഞ്ഞുവാവയുടെ അടുത്തും എൻ്റെ അടുത്തിരുന്നൊന്ന് സമാധാനമായതിനു ശേഷം കുഞ്ഞുവാവയെ വിളിക്കും. കൊതുകച്ചോ അതങ്ങിട്ടേരെ വല തുണി ഇടാനൊരു പഴടി. പക്ഷെ ഞങ്ങൾ വിചാരിച്ചതിലൊക്കെ അപ്പുറമായിരുന്നു കല്ലൂസിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പോകാൻ നേരം ഒന്നും വീഡിയോ എടുത്തില്ല. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. നമുക്ക് പോകണമെന്നില്ലായിരുന്നു, നമുക്ക് എൻ്റെ അടുത്തിരിക്കണമെന്നായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ആലറി വിളിച്ച് ആശുപത്രി ഇളക്കിയാണ് കൊണ്ടുപോയത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പ വന്നു, അനിയൻ വന്നു, അവരെല്ലാം വന്നു കണ്ടു. പിന്നെന്താ 2-3 ദിവസം ഹോസ്പിറ്റലിലായിരുന്നല്ലോ. ഇതിപ്പോൾ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ കുഞ്ഞിന് സ്ക്രീനിങ് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തിങ്കളാഴ്ചയാണ് വീട്ടിലോട്ട് തിരിച്ചു വന്നത്. അപ്പോൾ ഇനി ഉണ്ടാക്കി കാണാം. അടക്കല്ലേ തുറക്ക അങ്ങനെ വാന്ന് പറ. മോനെ കൊണ്ട് കാണിച്ചു എവിടാ വാവയെ കിടത്തണ്ടേന്ന് കൊണ്ട് കാണിച്ചു. മോൻ പോ, ഫ്രണ്ടിൽ പോ, മുറി കാണിച്ചു കൊടുക്കും വാവയ്ക്ക്. എടാ അങ്ങോട്ട് പോടാ, വാവയ്ക്ക് മുറി കാണിച്ചു കൊടുത്തേ. കുഞ്ഞു വന്ന് അപ്പോൾ കല്ലൂസും വാവയും നല്ല കൂട്ടാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊരു നല്ല കൈസഹായി ആയിട്ട് തന്നെ അവൾ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ജനുവരി 26 രണ്ടുപേരെ ഒരുമിച്ച് കിട്ടിയില്ലെങ്കിലും 26, 27 എന്ന് പറഞ്ഞ ഡേറ്റ്സിലാണ് രണ്ടുപേരെയും കിട്ടിയത്. ഒരുപാട് സന്തോഷമുണ്ട്, ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. കല്ലൂൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ വെച്ചല്ലായിരുന്നു, വീട്ടിൽ വെച്ചിട്ട്. ഇപ്പോൾ എൻ്റെ ഏറ്റവും നല്ലൊരു സഹായി എൻ്റെ കല്ലൂസാണ്. അവൾക്ക് കുഞ്ഞൊന്ന് ഛർദ്ദിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് അപ്പിയിട്ടാലോ ഒക്കെ ഓടി തുണി എടുത്തുകൊണ്ട് വരും, അമ്മയെന്ന് വിളിക്കും, കുഞ്ഞിനെ ഉമ്മ വെക്കും. പക്ഷെ ഒരു തരത്തിൽ അവൾ ഉപദ്രവിക്കത്തില്ല. ഭയങ്കര കെയറിങ് ആയിട്ടാണ് കുഞ്ഞ് നിൽക്കുന്നത്. അതിന് ഏറ്റവും വലിയൊരു ബ്ലെസ്ഡ് മൊമെൻ്റ് ആണ്. അപ്പം ഞങ്ങളുടെ ഈ സന്തോഷ നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.